അമ്മ അമ്മ ഏട്ടത്തിയുടെ ആംഗിളിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഏട്ടത്തെ ആഗ്രഹിച്ചിരുന്നിരിക്കും. പക്ഷെ നമ്മളത് എങ്ങനെ എടുക്കുമെന്ന് ഏട്ടത്തിക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ലേ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. അവള് ശ്രമിച്ചത് എന്തിനാണെന്നറിയോ? അവളുടെ കള്ളത്തരങ്ങൾ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ, ആരും ഒന്നും അറിയാതിരിക്കാൻ. അങ്ങനെ എത്ര കാലം അവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം അവൾക്ക് ഇവിടെ ജീവിക്കാൻ. അത് മാത്രമായിരുന്നു അവളുടെ ഉദ്ദേശം. അവളുടെ ആ പേരും കള്ളൻ തന്ത, അയാൾ ഒറ്റ ഒരാള് കാരണം അവളുടെ ഉദ്ദേശം തെറ്റിപ്പോയത്. അയാള് കടയിൽ കയറി മോഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. പാവന്റെ ആനന്ദ് എല്ലാം സ്വയം സഹിച്ച് നീറി നീറി ആരോടൊന്നും പറയാൻ കഴിയാതെ അവൻ ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേന്. അപ്പോഴും സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അന്ന് നമ്മളൊക്കെ അവളെ ഓർത്തായിരിക്കും സഹതപിക്കുന്നത്. അവള് കാരണം അവരങ്ങനെ ചെയ്തെന്ന് ആരെങ്കിലും ചിന്തിക്കോ? അമ്മേ, എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. നമ്മള് അതും കൂടി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദേ, നിങ്ങൾ എന്നോട് അവളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് വരരുത്. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ അവളുടെ നേരെ കൊട്ടിയടച്ചതേ ഈ വീടിന്റെ വാതില് മാത്രമല്ല, എന്റെ മനസ്സിന്റെ വാതില് കൂടിയാ. അത് തീരുമാനിച്ചു തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. അവളെ ന്യായീകരിക്കാനോ അവളുടെ പക്ഷം പിടിക്കാനോ നിങ്ങൾ ആരും വരരുത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഓഫീസിൽ നിന്നുള്ള കോളാ, ഞാനിപ്പോ വരാമേ. ആനന്ദ് ബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവനോടൊന്നും സംസാരിക്കില്ല. പിന്നെ നിനക്കോ മീനുവിനോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ സംസാരിക്കോ സംസാരിക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ ഇനി അവളുടെ കാര്യം ഒന്നും എന്നോട് പറയരുത്. എനിക്കത് കേൾക്കണ്ട.